ലോകത്തെയാകെ 3 മാസമായി മുൾമുനയിൽ നിർത്തുന്ന ഇറാനിലെ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന പ്രതീക്ഷയ്ക്കൊക്കെ തന്നെ തിരിച്ചടി. ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ച പരാജയപ്പെട്ടാൽ യുദ്ധത്തിന്റെ വഴി തിരഞ്ഞെടുക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ ആശങ്ക. മധ്യപൂർവേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള അന്താരാഷ്ട്ര നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് അമേരിക്ക. സംഘർഷത്തിന്റെ ആദ്യ ദിവസത്തേക്കാൾ യുദ്ധസന്നാഹത്തോടുകൂടി തന്നെയാണ് ഇറാൻ ഇനി നേരിടാൻ പോകുന്നതെന്നുള്ള മുന്നറിയിപ്പാണ് അമേരിക്ക നൽകുന്നത്. ഇതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കഴിഞ്ഞുവെന്നാണ് പീറ്റ് ഹെഗ്സെറ്റ് പറയുന്നത്. US പ്രതിരോധ സെക്രട്ടറിയുടെ ഈ ഒരു പ്രതികരണം തന്നെയാണ് വീണ്ടും കാര്യങ്ങൾ സങ്കീർണമാകുമോ എന്ന ആശങ്ക ഉയർത്തുന്നത്. ഇറാനുമായി ഏപ്രിൽ 8 മുതൽ നിലനിൽക്കുന്ന വെടിനിർത്തൽ നീട്ടുന്നതിനുള്ള കരാറിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ ഇറാൻ പൂർണ്ണമായി അംഗീകരിച്ചാൽ മാത്രമേ ഈ കരാറിൽ ഒപ്പുവെക്കുകയുള്ളൂ എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. അതിനിടെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവും നടത്തിപ്പും നിയമമാക്കാൻ ഇറാൻ ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇറാൻ പാർലമെന്റ് ആകട്ടെ ഇത് സംബന്ധിച്ചുള്ള കരട് ബിൽ വോട്ടിടാനായി ഒരുങ്ങുന്നു എന്നാണ് വിവരം. സംഘർഷഭരിതമായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് വേണ്ടി ഇറാൻ വീണ്ടും തുറന്നു നൽകണമെന്നും അവിടുത്തെ കടൽ മൈനുകൾ മുഴുവൻ നശിപ്പിക്കണമെന്നുമാണ് ട്രംപിന്റെ ഉത്തരവ്. ഇതിനൊപ്പം തന്നെ ഇറാൻ ഇനി ഒരിക്കലും ആണവ ബോംബ് നിർമ്മിക്കില്ല എന്നുള്ള ഉറപ്പ് നൽകണമെന്നും അവരുടെ കൈവശം ഇരിക്കുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം നീക്കം ചെയ്യാൻ വേണ്ടി അമേരിക്കയെ അനുവദിക്കണമെന്നതുമാണ് വാഷിംഗ്ടൺ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ അതിനൊന്നും തന്നെ ഇറാൻ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ ഈ നിബന്ധനകളെ ഒക്കെ തന്നെ പാടെ തള്ളിക്കളയുകയാണ്. അതിനിടെ ഹോർമുസ് കടലിടുക്കിലൂടെ നീങ്ങുന്ന എല്ലാ വാണിജ്യ കപ്പലുകളും എണ്ണ ടാങ്കറുകളും IRGCയിൽ നിന്നും അനുമതി വാങ്ങണമെന്നും കർശനമായ നിർദ്ദേശപാതയിലൂടെ മാത്രമേ അവ നീങ്ങാവൂ എന്നുള്ള മുന്നറിയിപ്പും ഇറാൻ സൈന്യം നൽകുന്നുണ്ട്. ഈ ഒരു മുന്നറിയിപ്പിനെ ശക്തമായി തന്നെ വിമർശിക്കുകയാണ് അമേരിക്കയും. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.